ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. അർജുൻ, അഭിരാമി, അതുപോലെ തന്നെ പ്രീതി മുകുന്ദനൊക്കെ അഭിനയിച്ച സിനിമയാണ്. സുഭാഷ് കെ രാജു സംവിധാനം ചെയ്ത ബ്ലാസ്റ്റ് ഒരു വേറൊരു ടൈപ്പ് ദൃശ്യം, അല്ലെങ്കിൽ ദൃശ്യത്തിന്റെ ഒരു 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 ടേസ്റ്റ് ഒക്കെ അതിനകത്ത് വരുന്ന ഒരു സിനിമയാണ്. ബ്ലാസ്റ്റ് എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം മാർഷ്യൽ ആർട്സും കാര്യങ്ങളും ഒക്കെ കണ്ട് അത്യാവശ്യം നല്ലൊരു ആക്ഷൻ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ ധൈര്യമായിട്ട് കയറാം. ഇന്നലെ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ കയറി കണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടെ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഭയങ്കര എനർജറ്റിക് ആണ്. അതിൻ്റെ അകത്ത് അർജുൻ്റെ സ്ക്രീൻ പ്രസൻസ്, അർജുൻ എന്ന് പറയുന്ന നടനെ നമുക്ക് എന്താ പറയാ, ഒത്തിരി പടങ്ങളിൽ മുതൽവൻ, അല്ലെങ്കിൽ ഇപ്പൊ പറയാം മങ്കാത്തയിലൊക്കെ അദ്ദേഹത്തിന്റെ ഇത്, മങ്കാത്ത നമ്മൾ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒത്തിരി ഒത്തിരി സിനിമകൾ വേറെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പിന്നീട് ഒരു ഇടക്കാലമായിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു സിഗ്നേച്ചർ ലെവൽ ഒരു മൂവി ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതേ ഇതുപോലെ ബ്ലാസ്റ്റ് എന്നാ ഒരു പടമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്ന, ഒരു രക്ഷയില്ല. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങൾ വരെ ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു രസമായിട്ട് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു ഫാമിലിയിലേക്ക് ഒരു ത്രെട്ട് കയറി വരികയും പിന്നീട് അതിനെ അവരെങ്ങനെ എന്താ പറയാ, ആ ത്രെട്ടിനെ എങ്ങനെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് അപ്പൻ, ഉമ്മ, മകൾ ഇവരെ ഒന്നിച്ച് നിന്നിട്ട് തകർക്കുന്ന ഒരു സിനിമയാണ്, പറയാതിരിക്കാൻ മേല. പ്രദീപ് രാഘവാണ് ഇതിന്റെ എഡിറ്റർ വന്നിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി അരുൺ രാധാകൃഷ്ണൻ. സിനിമാറ്റോഗ്രാഫി ഒക്കെ പക്ക അടിപൊളി. ആക്ഷൻ ആരാ ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി കിട്ടില്ല സാധനമാണ്. ആക്ച്വലി ഈ സിനിമയെ കുറിച്ച് കേട്ടിരുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഇതിന്റെ ഒരു ട്രെയിലറൊക്കെ വന്ന് പലരും പറയുന്നത് കേട്ട് ട്രെയിലർ കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ തോന്നിയായിരുന്നു. പക്ഷെ പിന്നീട് സിനിമ ഇറങ്ങി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. പറയാതിരിക്കാൻ മേല, അത്രയ്ക്ക് നല്ല കിടിലൻ പടമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ക്ലൈമാക്സ് ഒക്കെ പ്രഡിക്റ്റബിൾ ആണ് നമ്മൾ ഈ പറയുന്ന അതൊക്കെ. പക്ഷെ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന രീതി, അർജുനെ ഒക്കെ കാണാന്ന് പറഞ്ഞാൽ എത്ര നാളായെന്നറിയോ പുള്ളിയുടെ ഒരു സിനിമയൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. അത്രയ്ക്ക് നല്ല ഒരു പടമാണ്. AGS എന്റർടൈൻമെന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് രവി ബസ്രൂർ ആണ്. അദ്ദേഹം കാട്ടാളന് വേണ്ടി ചെയ്തിരിക്കുന്നു, അല്ലെ മാർക്കോയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. കാട്ടാളൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ അതിപ്രസരമാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബും 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 എന്ന്. പക്ഷെ ഈ സിനിമയിൽ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ, രവി ബസ്രൂർ അത്രയും കിടലായിട്ട് ചെയ്യുന്നുണ്ട്. പോസ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ആ ഒരു സൈലൻസും അല്ലെങ്കിൽ ആ പോസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ ഒരു സാധനം ഒന്നറിയോ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അർജുൻ ചിദംബരം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കിടിലൻ ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ബിൽഡപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ വിചാരിച്ച ഇത് ആ പേരൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു മലയാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ പിന്നീട് ആ എന്താ പറയുക, നമ്മൾ ആ സിനിമ അങ്ങ് അതിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കാണ് എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഒക്കെ എന്ന് പറയാതിരിക്കാൻ. ഭയങ്കര ആ കൊടുത്തിരിക്കുന്ന മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവം. ജോൺ കൊക്കനാണ് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ വില്ലനായിട്ട് വരുന്നത്. ജോൺ കൊക്കനെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഒരു കരാട്ടെ മൂവിയാണ്. പിന്നെ നോർമലി നമ്മൾ നോക്കുമ്പോൾ ഒരു ഫാമിലി, അർജുന്റെ വളരെ സാധാരണക്കാരനെ അല്ലെങ്കിൽ വേണ്ട അത് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇതൊക്കെ പോകും. പക്ഷെ എന്തായാലും ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇമോഷണലി ട്രിഗർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുകയും വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു കിടുക്കൻ ആക്ഷൻ മൂവിയാണ്, പറയാതിരിക്കാൻ വരെ. അർജുന്റെ ഒപ്പം തന്നെ അഭിരാമി ഒരു രക്ഷയില്ല. അഭിരാമിയെ നമുക്കറിയാം, മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കത്തി നിന്നിരുന്ന ഒരു താരമാണ്. പിന്നെ എന്തായാലും അവർ തമിഴിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. വാട്സ് എ വണ്ടർഫുൾ പെർഫോമൻസ്. അത്രയ്ക്ക് കിടലിനായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ എന്നാ പറയുന്ന ഒരു നമുക്ക് സിനിമയുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഇപ്പം പ്രഡിക്റ്റബിൾ ആയിട്ട് പോകും. പക്ഷെ കൊണ്ടുവന്നിരിക്കുന്ന വില്ലനും, അതായത് നായകൻ, നമ്മൾ വളരെ സാധാരണക്കാരനായിരുന്ന നായകന് കുറേ വില്ലന്മാര്. അപ്പം അവരിങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ പ്രതിരോധിക്കുന്ന രീതിയൊക്കെയാണ് ഇതിൻ്റെ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ട സാധനം തിയേറ്ററിൽ പോയി കണ്ടാൽ ഒരിക്കലും ഒരു നഷ്ടം തോന്നത്തില്ല. മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും നല്ല തമിഴ് സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ വളരെ വളരെ ഇഷ്ടമുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടും ഇതൊരു കിടുക്കൻ ഒരു കിക്കാസ് മൂവിയും കൂടെ ആയതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാം. അത്രയ്ക്ക് കിടലുന്ന സാധനമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമയിൽ ഒരുപാട് സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് സിനിമയിൽ സ്റ്റണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകനൊന്ന് ഞെരിച്ച് കയറണം, കൊട വന്നിട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. അങ്ങനെ കൊടറാന്ന് പറയുന്ന സമയത്ത്
കൊടുക്കുന്ന അടി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചില സിനിമകളിൽ അടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ അടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ. പക്ഷെ ഇതിങ്ങനെയാണ്, നമ്മളിങ്ങനെ എരിച്ച് കയറി വരുമ്പോൾ പൊട്ടുക്കുന്ന അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നോ അർജുനൊക്കെ എന്നാ പറയുന്നത്, ഇനിയും ഇഷ്ടം പോലെയുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിന് മലയാളത്തിലൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ജാക്ക് ഡാനിയൽ എന്ന് പറഞ്ഞ ദിലീപിന്റെ പടത്തിൽ, അതുപോലെ തന്നെ വേറൊരു മലയാളം മൂവി ഉണ്ടായിരുന്നു, ഇതിലൊക്കെ ഒരു എന്നാ ക്രൈം ത്രില്ലറോ അന്വേഷണമോ ഏതാണ്ടൊക്കെ ആയിട്ട് കൊണ്ട് മലയാളത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് പണ്ട് ഇതുപോലെ മമ്മൂട്ടിയുടെ കൂടത്തെ ഒരു പടത്തിൽ, അത് പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, വന്ദേമാതരം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും കൊണ്ടുവന്നൊരു ആക്ഷൻ ഗെയിങ്ങിനെ കൊണ്ടുവന്നിട്ട്, പക്ഷെ അദ്ദേഹത്തിനെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് ക്ലച്ചായില്ല. എന്റെ പൊന്നു മോനെ, ഇതൊക്കെ പോയി തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് ഇത്. ശരിക്കും എന്നാ പക്ക ഒരു കിടലൻ ആക്ഷൻ മൂവിയാണ്. അർജുൻ്റെതായിട്ടുള്ള ചില എന്താ പറയുന്നത്, നമ്മൾ പഴയ സിനിമകളിൽ കണ്ടിട്ടുള്ള പുള്ളിയുടെ മാസ്റ്റർ പീസ് സ്റ്റണ്ടുകളിലുള്ള ചില കിക്കുകളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ മാത്രമല്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇതിനകത്തൊരു എൻഗേജ്ഡ് ആക്കുകയാണ് നമ്മളെ ഈ സിനിമയിലേക്ക്. നമ്മൾ ഈ പറയുന്ന പോലെ ട്രെയിലർ കണ്ടതിൻ്റെ ഒരു അവസ്ഥയിലല്ല സിനിമ കാണാൻ പോയത്. ആക്ച്വലി സിനിമ കണ്ടവർ പറഞ്ഞു നല്ല അഭിപ്രായം കണ്ടിട്ടാണ് സിനിമ കാണാൻ പോയത്. കാരണം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു ചില സിനിമകൾ എന്താ പറയുന്നത്, നമ്മൾ വൻ പ്രതീക്ഷ, ഇത് നമ്മൾ മലയാളത്തിൽ നമ്മൾ മലയാളി എന്ന നിലയിൽ നമ്മൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമയെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമുക്ക് ഇവിടെ കാട്ടാളനുണ്ട്, അതുപോലെ തന്നെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയാണ്. നമ്മൾ അങ്ങനെയുള്ള സിനിമകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്താ പറയാ, കുറച്ച് ആളുകൾ ഈ സിനിമ കണ്ടിട്ട് പറയുന്നത് നല്ല സിനിമയാണ്, ആക്ഷൻ അടിപൊളിയാണ്, പാട്ടകം പടമാണ്, തിയേറ്ററിൽ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അത് മിസ്സാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നോർത്ത് പോയതാണ്. കൊടുത്ത കാശിന് മുതലാന്ന് പറയാതിരിക്കാൻ മേല, മുതലാണ്. അഭിരാമി എന്നൊക്കെ പറയുമ്പം കിടിലാണ്. പിന്നെ മറ്റേ എന്താ പറയുന്ന ലേഡി മകളായിട്ട് വന്നിരിക്കുന്ന പുള്ളിക്കാരി കിട്ടുക്കനാണ്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, അതിൻ്റെ അകത്ത് വരുന്ന കട്ട്സും കാര്യങ്ങളും എല്ലാം പക്കയാണ്, പറയാതിരിക്കാൻ മേല. പിന്നെ സൗണ്ട് റവി ബസ്രൂറിന്റെ നമ്മൾ പറഞ്ഞു, മ്യൂസിക് ആ സിനിമേനെ അത്യാവശ്യം എൻഗേജിങ് ആക്കുന്ന രീതിയിൽ ആ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും അർജുന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഹിറ്റാണ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് നമുക്ക് പറയാം, കാരണം നമ്മൾ മലയാളി പ്രേക്ഷകരാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണ്ടായിരിക്കും, കാരണം ഇങ്ങനെ ഒരു സിനിമ. പക്ഷെ നമുക്ക് ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ്. അർജുൻ്റെ ഒരു സിനിമ ആക്ച്വലി ഞാൻ മങ്കാത്തയ്ക്ക് ശേഷം തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമ. മങ്കാത്തയ്ക്ക് ശേഷം കേട്ടോ, മങ്കാത്ത കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ഇതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ലിയോയിലുണ്ടെന്ന് തോന്നുന്നു, അത് തന്നെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ അർജുൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു മൂവി, ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നൊരു മൂവി ആദ്യം കാണുകയാണ്. സത്യം പറയാലോ, ഭയങ്കര കേട്ടോ, ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ് സിനിമ. തിയേറ്ററിൽ പോയി അതായത് അത് നമ്മൾ ഫോണിൽ കാണേണ്ട ഒരു മൂവി അല്ല, കാരണം അത് തിയേറ്ററിൽ ഇരുന്ന് കാണും. എന്തുവാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്, ഈ ഒരു കരാട്ടെ മാർഷൽ ആർട്സിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായ അച്ഛൻ, ഒരു വീട്ടമ്മ, ഒരു മകള്, ഇവർ ചേർന്ന് നിന്ന് അവരുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു വലിയ ത്രെട്ട്, അവർ പോലും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വലിയൊരു ത്രെട്ട് വരികയാണ്. പക്ഷെ ഈ ത്രെട്ട് എങ്ങനെയാ വരുന്നതെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് വെൽ എക്സിക്യൂട്ടഡ് മൂവി എന്ന് പറയാം. ഒരു ആക്ഷൻ മൂവിക്ക് നമുക്ക് റെഫറൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അതുപോലത്തെ ഒരു രീതിയിൽ വെൽ എക്സിക്യൂട്ടഡ് മൂവിയാണ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇവരുടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. എന്നെ രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു. ആ സിനിമയെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞു പോകുന്നത്. എന്തായാലും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ അത്രയും വീർപ്പിക്കുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല വൃത്തിക്ക്, അതായത് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇങ്ങനത്തെ കുറെ മൂവ്മെന്റ്സും കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസ് അല്ല. അതിപ്പോൾ ആക്ച്വലി കാട്ടാളൻ്റെ ചില ആക്ഷൻ സീക്വൻസ് കണ്ട സമയത്ത് ചിലപ്പം ഭയങ്കരമായിട്ട് മൂവ്മെന്റ് നടക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ആക്ഷന്റെ അടിയുടെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല ചില സാഹചര്യങ്ങളിൽ. പക്ഷെ ഇവിടെ ഈ സിനിമയിലെ ഓരോ ആക്ഷനും അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ടുവേഴ്സ് ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ അതിനെ ഒരു കുറേ വാളും കുന്തവും കാര്യവും എല്ലാം വരുമ്പോൾ പരിച വെച്ച് തടയുക എന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആ ഒരു ഫാമിലി, ഒരു സാധാരണക്കാരനും ഒരു അച്ഛനും വീട്ടമ്മയും മകളും കൂടെ ചേർന്ന് അതെങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. മാർഷൽ ആർട്സ് പടം കാണാൻ, അത്യാവശ്യം ഒരു കരാട്ടെ പടം കാണാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ നല്ല കിടുക്കൻ ഒരു ആക്ഷൻ പടം കാണാൻ താല്പര്യമുള്ള എല്ലാവരും വിട്ടോ. അർജുൻ്റെ ഒരു വൻ കംബാക്ക് ആണ് ഈ സിനിമ. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ.